കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. സങ്കീർത്തനം 27:1 മുതൽ കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? എതിരാളികളും ദുർവൃത്തരുമായ മനുഷ്യർ ദുരാരോപണങ്ങളുമായിട്ട് നിന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴുന്നേ. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ഭയപ്പെടില്ല. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ദൈവമാണ് എൻ്റെ പ്രകാശം, എൻ്റെ രക്ഷ ദൈവമാണ്. എനിക്കെതിരെ ദുരാരോപണങ്ങളുമായിട്ട് ആര് വന്നോട്ടെ, എനിക്കെതിരെ ദുരാരോപണങ്ങളുമായിട്ട് ആര് വന്നോട്ടെ, ഞാൻ പേടിക്കില്ല. ഈ മനുഷ്യനെ പേടിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ മനസ്സ് അസ്വസ്ഥാവുന്നത്. അവരെന്താ കരുതുക, ഇവരെന്താ വിചാരിക്കുക? എന്തെങ്കിലും വിചാരിച്ചോട്ടെ, എന്തെങ്കിലും കരുതിക്കോട്ടെ. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ പ്രിയപ്പെട്ടവരെ. അദൃശ്യമായ ഒരു കരം നിന്നെ താങ്ങി നിർത്താൻ എപ്പോഴും ഉണ്ട് കേട്ടോ. അദൃശ്യമായ ഒരു കരം, അദൃശ്യനായ ആ ദൈവത്തിൻ്റെ അദൃശ്യമായ ഒരു കരം നിന്നെ എപ്പോഴും കൈവെള്ളയിൽ കുഞ്ഞിനെ പോലെ താങ്ങി നിർത്തും. നീ പേടിക്കണ്ട, നീ ഭയപ്പെടണ്ട. തമ്പുരാനുണ്ടെന്നേ. ഈ മനുഷ്യൻ്റെ പൊള്ളവാക്കിനെ ഒന്നും നീ പേടിക്കണ്ട. മരണമുള്ള മനുഷ്യനെയോ തൃണസദൃശനായ മനുഷ്യസന്തതിയെയോ നീ ഭയപ്പെടേണ്ട. ആരായിക്കോട്ടെ, നീതി നടത്തി തരുന്ന നിൻ്റെ ദൈവമാണ്. നീതിമാനായ ദൈവമാണ് നിനക്ക് നീതി നടത്തി തരിക. അതുകൊണ്ട് സ്നേഹബഹുമാന ജനമേ, നമ്മുടെ ഈ അനാവശ്യ പേടിയൊക്കെ എടുത്ത് മാറ്റാം. ചിലവർക്ക് മരണത്തെ പേടി, മരിച്ചാൽ മരിക്കട്ടെ എന്നേ, എന്തായാലും മരിക്കാതിരിക്കില്ലല്ലോ. നാളെ ഒരു കിടപ്പ് രോഗിയായാൽ എന്തു ചെയ്യും? അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാന്നേ. നാളെ ഒരു അസ്വസ്ഥത, ഒരു അത്യാഹിതം വന്നാൽ എന്തു ചെയ്യും? അതൊക്കെ ദൈവം പരിപാലിക്കട്ടെ എന്നേ. ആരാ നാളെ നോക്കാനുള്ള? അതൊക്കെ കർത്താവ് എന്തെങ്കിലും വഴിയൊരുക്കിയോളും, എന്തെങ്കിലുമൊക്കെ വഴിയൊരുക്കും. രണ്ട് കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 4-ാമത്തെ തിരുവചനം വായിച്ചോളൂ. എന്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. അടുത്ത വചനം. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. ഞാൻ പറയുന്നു, അവനെ ഭയപ്പെടുവിൻ. മതി. നമ്മൾ ഒരു വ്യക്തിനെ ഭയപ്പെടേണ്ട എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആ വ്യക്തിയെ ആദരിക്കണ്ട എന്നല്ല കേട്ടോ. ആദരവ് അറിയിക്കുന്നവന് ആദരവ് കൊടുക്കണം, അത് വേറെ കാര്യം. ആദരവ് അറിയിക്കുന്നവന്, ബഹുമാനം അറിയിക്കുന്നവന് ബഹുമാനം കൊടുക്കണം. എന്നാൽ നമ്മളിങ്ങനെ ഓവറായിട്ട് അസ്വസ്ഥപ്പെട്ട് നടക്കുക. ദൈവമേ, ഇപ്പം ഇന്നാളൊരു ചേച്ചി പങ്കുവച്ചു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആരാണല്ലോ എൻ്റെ മക്കൾക്ക്? അത് ദൈവം എന്തെങ്കിലുമൊക്കെ പോകാൻ വഴി ഒരുക്കും, എന്തെങ്കിലുമൊക്കെ വഴിയൊരുക്കും. ആരാ ഉള്ളത്? സിയോൻ പറഞ്ഞു, കർത്താവൻ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. എന്നാൽ ദൈവം പറയുക, മുല കുടിക്കുന്ന കുഞ്ഞിനെ അതിൻ്റെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? പെറ്റമ്മ തൻ്റെ മകനോട് കരുണ കാണിക്കാതിരിക്കുമോ?
ആ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. അമ്മയ്ക്കും അപ്പനും വേണ്ടെങ്കിലും ദൈവത്തിന് വേണം. സ്നേഹമുള്ള ദൈവമക്കളെ, ഒരു തകർച്ചയുടെ പിന്നിൽ ദൈവം ഒരു വഴി ഒരുക്കി കാത്തിരിപ്പുണ്ട്. ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അതിൻ്റെ പിന്നിൽ തമ്പുരാൻ ഒരു പോംവഴി ഒരുക്കി കാത്തിരിപ്പുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 6-ാമത്തെ തിരുവചനം, എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, കുറേ ആളുകൾ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വചനം ശ്രവിക്കാനായിട്ട് വന്നു. ഒരു വലിയ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു പീലിപ്പോസിനോട് പറഞ്ഞു, പീലിപ്പോസ്, ഇവർക്ക് ഭക്ഷണം കൊടുക്കണം, നീ തന്നെ കൊടുക്കണം ഇവർക്ക് ഭക്ഷണം. പീലിപ്പോസ് സംഭ്രാന്തനായി, കർത്താവേ, 200 ധനാറയ്ക്കുള്ള അപ്പം വാങ്ങിയാൽ പോലും ഇത് തികയില്ല ഇവർക്ക്. 200 ധനാറയ്ക്കുള്ള വലിയ തുക, 200 ധനാറയ്ക്കുള്ള അപ്പം വാങ്ങിയാൽ പോലും തികയില്ല. അതും ഈ വിജന പ്രദേശത്ത് എവിടെ നിന്ന് അപ്പം വാങ്ങും? യോഹന്നാൻ 6:6 പറയാണ്, അവനെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യേശു ഇപ്രകാരം പറഞ്ഞത്. എന്തു ചെയ്യണമെന്ന് ഈശോ നേരത്തെ മനസ്സിൽ കരുതിയിട്ടുണ്ട്. ആ വരുന്ന ജനത്തിന് വേണ്ടി, അവരുടെ ഭക്ഷണത്തിന് വേണ്ടി, അവരുടെ വിശപ്പകറ്റാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് കർത്താവ് മനസ്സിൽ പ്ലാൻ ഇട്ട് കഴിഞ്ഞു. അതനുസരിച്ച് തന്നെയാണ് ദൈവം നടത്തുക. പീലിപ്പോസിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പീലിപ്പോസ് സംഭ്രാന്തനായി, ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. ഇതുപോലെ ചില പരീക്ഷണങ്ങൾ ദൈവം അനുവദിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരിക്കലും തളരണ്ട, ഒരിക്കലും അതിനെക്കുറിച്ച് പേടിക്കേണ്ട. ദൈവം പറയും, അല്പവിശ്വാസി, നീ എന്തിനാ ഭയപ്പെടണേ, നീ എന്തിനാ പേടിക്കണേ? എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിട്ടുണ്ട്. അപ്പനും അമ്മയും വേണ്ടാന്നും പറഞ്ഞ് വയ്ക്കുന്ന ആ കുഞ്ഞിനെ ദൈവം പരിപാലിക്കും. അതുകൊണ്ട് നാളെക്കുറിച്ചൊന്നും ഉത്കണ്ഠപ്പെടേണ്ട. വരുന്നിടത്ത് വെച്ച് കാണാന്നേ, വരുന്നിടത്ത് വെച്ച് കാണാം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ. നിങ്ങൾക്ക് പേരിട്ടവൻ തന്നെ നിങ്ങൾക്ക് ആശ്വാസം തരും. നിങ്ങൾക്ക് പേരിട്ടവൻ തന്നെ, നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ ദൈവം, നിങ്ങൾക്ക് പേരിട്ടവൻ ആശ്വാസം തരും. പേടിക്കണ്ട. ഞാനും നിങ്ങളൊക്കെ പെട്ടെന്ന് ഉത്കണ്ഠപ്പെടുക, ദൈവമേ എന്താ ചെയ്യുക കർത്താവേ, അങ്ങനെ സംഭവിച്ചാൽ എന്തു ചെയ്യും, ഇങ്ങനെ സംഭവിച്ചാൽ എന്തു ചെയ്യും? നിന്നെ പരീക്ഷിക്കാൻ ദൈവം ചില അവസ്ഥകൾ ഒരുക്കും. എന്തു ചെയ്യണമെന്ന് ദൈവം മനസ്സിൽ പ്ലാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ദൈവം മനസ്സിൽ പ്ലാൻ ഇട്ടിട്ടുണ്ട്. നിൻ്റെ മകളുടെ കാര്യം, നിൻ്റെ മകൻ്റെ കാര്യം, നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം, നിനക്ക് താമസിക്കാനുള്ള വീടിൻ്റെ കാര്യം, നിൻ്റെ ആ സാമ്പത്തിക അസ്വസ്ഥതയുടെ കാര്യം, എല്ലാം ദൈവം പരിപാലിക്കും മക്കളെ. എല്ലാം ദൈവം പരിപാലിക്കും. എല്ലാം ദൈവം വഴി നടത്തും. അപ്പച്ച, തീയുണ്ട്, കത്തിയുണ്ട്, വിറകുണ്ട്, ബലിവസ്തു എവിടെ പപ്പേ? ബലിവസ്തു എവിടെ? അബ്രാഹത്തോട് ഇസഹാക്ക് ചോദിച്ച ചോദ്യം. ഇസഹാക്കിനെ ബലി കഴിക്കാൻ മോറിയ മലയുടെ മുകളിലേക്ക് പോകുന്ന പോക്ക, 3 ദിവസത്തെ യാത്ര. ആ കുഞ്ഞ് ചോദിച്ച ചോദ്യം, അപ്പാ, വിറകെടുത്തിട്ടുണ്ട് നമ്മൾ, ബലിക്കായിട്ടുള്ള വിറകുണ്ട്, ബലിക്കായിട്ടുള്ള കത്തിയുണ്ട്. വിറകുണ്ട്, കത്തിയുണ്ട്, തീയും എടുത്തിട്ടുണ്ട്. ബലിവസ്തു ഇല്ലല്ലോ. ഒന്നും ചിന്തിക്കാതെ ദൈവത്തിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ട് അബ്രാഹം, വിശ്വാസികളുടെ പിതാവായ അബ്രാഹം പറഞ്ഞു, ദൈവം തരും, ദൈവം തരും, ബലിവസ്തു ദൈവം തരും. കൊടുത്തില്ലേ പ്രിയപ്പെട്ടവര്? കൊടുത്തില്ലേ? നീ ഇങ്ങനെ പേടിച്ചിരിക്കണ്ട. നിൻ്റെ ഭാവി ആ ദൈവം നടത്തൂട്ടാ. നിൻ്റെ മക്കളുടെ ഭാവി ദൈവം നടത്തും. തമ്പുരാൻ ഇഷ്ടമുള്ളവണ്ണം നടത്തട്ടെ. നീ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കണ്ട. നീ ഇപ്പോൾ തന്നിരിക്കുന്ന ആ പരീക്ഷയിൽ വീഴാതെ അങ്ങോട്ട് കാത്ത് ജീവിക്കുക.
ഒരു പാട്ടിൻ്റെ ഈരടി പറയുന്നില്ലേ, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരവും ദൈവം തരും. എൻ്റെ ദൈവം ഒരു പരീക്ഷ അനുവദിച്ചാൽ പരിഹാരവും ദൈവം തരും കേട്ടോ. നീ മനുഷ്യനെ പേടിക്കരുത്. നീ മനുഷ്യനെങ്ങനെ ഭയപ്പെടേണ്ട. മനുഷ്യൻ ഉപേക്ഷിച്ചാൽ എന്തു ചെയ്യും? മനുഷ്യൻ കൈവിട്ടു പോയാൽ എന്തു ചെയ്യും? മനുഷ്യനെ ഞാൻ ആ തിന്മ ഞാൻ കണ്ടിട്ട് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഒന്നും ഉണ്ടാവില്ല. ദൈവം നിൻ്റെ പക്ഷത്താ. ദൈവം നിൻ്റെ പക്ഷത്തെങ്കിൽ ആരാ നിനക്കെതിരെ നിൽക്കുക? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, ഇതിനെ ഒന്നും നീ പേടിക്കണ്ട. ഒന്നും നീ അസ്വസ്ഥപ്പെടേണ്ട. ദൈവം എൻ്റെ പക്ഷത്ത്, ദൈവം എൻ്റെ കൂടെ, കർത്താവ് എൻ്റെ ഒപ്പമുണ്ട്. ഞാൻ തളരില്ല. നന്ദി പറയാം ഈശോയ്ക്ക്. സുഭാഷിതങ്ങൾ 29:25. മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ് കേട്ടോ. അത് സാത്താൻ്റെ ഒരു കെണിയാണ്. ഈ മനുഷ്യനെ ഭയപ്പെടുന്നത്. മനുഷ്യൻ എന്താ വിചാരിക്കുക? മനുഷ്യന് എന്നോടുള്ള ഇഷ്ടം കുറയുമോ? ഇന്ന് അനേകർ തെറ്റിനെതിരെ പ്രതികരിക്കാത്തത്, ഞാനും നിങ്ങളൊക്കെ തെറ്റിനെതിരെ പ്രതികരിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ മനുഷ്യനെ ഭയപ്പെട്ടിട്ടാണ്. തിന്മയ്ക്കെതിരെ, തിന്മയാണെന്ന് അറിഞ്ഞിട്ടും പറയില്ല. അത് മനുഷ്യനെ ഭയപ്പെട്ടിട്ടാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. കെണി, പിശാചിൻ്റെ ഒരു കെണി. അത് മനുഷ്യൻ എന്താ കരുതുക? എന്നെക്കുറിച്ച് എന്ത് ധരിക്കും? എന്നോടുള്ള സ്നേഹം നഷ്ടപ്പെടുമോ? അങ്ങനെ മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയായിട്ട് രൂപാന്തരപ്പെടുക. യെശയ്യാ 51:12. ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ, ഞാനാ നിന്നെ ആശ്വസിപ്പിക്കുന്നത്. യെശയ്യാ 51:12 കർത്താവ് പറയാ, നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ ഞാനാ. മരണമുള്ള മനുഷ്യനെയോ തൃണസദൃശനായ തൃണം, പുൽക്കൊടിക്ക് തുല്യനായ മനുഷ്യസന്തതിയെയോ നീ എന്തിനു ഭയപ്പെടണം? ഞാനാ നിന്നെ ആശ്വസിപ്പിക്കുന്ന വ്യക്തി. നിനക്ക് അവരുടെ കയ്യിൽ നിന്നല്ല ആശ്വാസം കിട്ടുക. ഞാനാണ് നിന്നെ ആശ്വാസം തരുന്നവൻ, ഞാനാണ് നിന്നെ സമാശ്വസിപ്പിക്കുന്നവൻ. മരണമുള്ള മനുഷ്യനെയോ തൃണസദൃശനായ മനുഷ്യസന്തതിയെയോ നീ പേടിക്കണ്ട. അതുകൊണ്ട് മനുഷ്യനിൽ ആശ്രയിക്കണ്ട സ്നേഹമുള്ളവർ. മക്കളിൽ ആശ്രയിക്കണ്ട, വേറെ ഒന്നിലും ആശ്രയിക്കണ്ട. കുതിരകളിലോ കുതിരപ്പടയാളികളിലോ ആശ്രയം വയ്ക്കുന്നവന് ദുരിതം. ദൈവത്തിൽ ആശ്രയിക്കാം.